നമസ്കാരം. നമസ്കാരം. ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം അല്ലേ? അതെ അതെ. സാറ് ഇവിടുത്തെ സെക്രട്ടറി ആണോ? അതെ അതെ. ഈ അമ്പലത്തിന്റെ ചെറിയൊരു ഐതിഹ്യം പറയാൻ പറ്റുമോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ചാമുണ്ടേശ്വരി ചിരക്കൽ ചാമുണ്ഡി ക്ഷേത്രം. വിദ്യാരംഭത്തിൽ വളരെയധികം ആൾക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട്. പിന്നെ വിവിധ ആഘോഷ പരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ഭക്തജന തിരക്കുകൾ വർദ്ധിച്ചു വരികയാണ് ഒരു വർഷം കൂടുന്നതനുസരിച്ച്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് പൂരമഹോത്സവമാണ്. ദേവിയുടെ ഉത്സവം ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് നടന്നു വരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളിൽ കർക്കിടക മാസം രാമായണ മാസാചരണ പരിപാടികളും ഇവിടെ നടക്കാറുണ്ട്. അപ്പൊ വളരെ ആഘോഷപൂർവ്വമാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതെ അതെ അതെ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഭക്ഷണമെല്ലാം അത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും സാമൂഹികാരാധനുണ്ട്. ഈ ആരാധനയിൽ ഒരുപാട് ആൾക്കാർ രാവിലെ പങ്കെടുക്കുകയും അവർക്ക് കാലത്ത് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇന്ന് എന്തെങ്കിലും അതുപോലെ പ്രസാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമ്മളെ ഇന്ന് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നടന്നു വരുന്നുണ്ട്. അത് രാവിലെ ചായ ഉണ്ടാവും, ഉച്ചയ്ക്ക് ചോറ്, രാവിലെ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ അതെ. അത് ഓരോരുത്തർ വഴിപാടുകളായി വരുന്നതാണ്. അതിവിടെ ഒരു ഭക്തന്മാർ സമർപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷേത്രം കൊടുക്കാറുണ്ട്. നല്ല തിരക്കുണ്ടല്ലോ അല്ലേ? കൂടുതൽ തിരക്ക് കഴിഞ്ഞ വർഷം കൂടുതൽ വരികയാണ് ആൾക്കാർ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ബാലുശ്ശേരി ഒരു സരസ്വതി ഈ അമ്പലത്തിലാണ് കൂടുതലും ഇത് എഴുത്തിനിരുന്നത് തോന്നുന്നുണ്ടല്ലേ? അതെ, വളരെയധികം ആൾക്കാർ ക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നുണ്ട്. അതുപോലെ എഴുത്തിനിരുത്താനും ഒരുപാട് കുട്ടികളെ ഇവിടെ ക്ഷേത്രത്തിൽ കണ്ടു. വലിയ ഭക്തജന തിരക്കുണ്ട്. അവിടെ ഒത്തിരി ആളുകളെ കുട്ടികളൊക്കെ അങ്ങനെ എഴുത്തിനിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടു. നമ്മുടെ തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുമേനി എന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി മാത്രമല്ല, തന്ത്രിയും കൂടിയാണ്. വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രിയും കൂടിയാണ് മേൽശാന്തി. ഇവിടുള്ള മേൽശാന്തിയായ തിരുമേനി അല്ലേ? ഓക്കെ സാർ, സന്തോഷം. ഒരുപാട് തുഷാരം ബ്ലോഗ്സിന്റെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്നാണ്. അപ്പോ ഇന്ന് ഇവിടെ വന്നത് കുഞ്ഞിനെ അരിശ്രീ എഴുതിക്കാൻ വേണ്ടിയാണോ? അതെ. എത്ര വയസ്സായി കുഞ്ഞിന്? 2 വയസ്സും 2 മാസം. 2 വയസ്സും 2 മാസം അല്ലേ? എവിടെ? വീട് അടുത്ത് തന്നെയാണോ വീട്? പൂനൂരാ വീട്. പൂനൂര്. അപ്പൊ ഒത്തിരി ദൂരാണോ അത്? കുറച്ചില്ല. കുഞ്ഞിന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്കേ. മോളെ പേര് പറ. പറഞ്ഞു കൊടുക്ക. പേരെന്താ? പേര് പറയാ. അലങ്കൃത. ഓക്കെ, താങ്ക് യു. നമസ്കാരം. കുഞ്ഞിനെ ഹരിശ്രീ എഴുതിക്കാൻ വേണ്ടി വന്നാണോ? അതെ. ബാലുശ്ശേരി തന്നെയാണോ വീട്? അതെ, ഇതിന്റെ അടുത്ത് തന്നെ. അപ്പൊ വിജയദശമി നാളില് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കാൻ ഉദ്ദേശം അല്ലേ? പേരെന്താണ്? അപ്പൊ എന്റെ രാധാകൃഷ്ണൻ. സാറിന്റെ പേരെന്താ? അഖിൽദാസ്. ഓക്കെ, താങ്ക് യു. ഈ വിജയദശമി നാളില് ദേവിയെ തൊഴാൻ വേണ്ടി വന്നാണോ അമ്പലത്തിൽ? അതെ 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 അതെ. എന്തു തൊഴുതോ? തൊഴുതു പുറത്തിറങ്ങിയതാണ്. പ്രാർത്ഥിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖം കിട്ടുന്നതാണോ പ്രാർത്ഥിച്ചത്? സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് വഹിനീ മരച്ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ തിരിച്ചെടുത്ത് 9 നാൾ ആ മരച്ചുവട്ടിൽ വെച്ച് തന്നെ പൂജിച്ചു. പഞ്ചപാണ്ഡവന്മാർ നവരാത്രി ദിവസം ആയുധങ്ങൾ വെച്ച് പൂജിച്ചതിനാൽ ആയുധപൂജ മഹാനവമിയുടെ സവിശേഷതയാണ്. മഹിഷാസുരനെ വധിച്ച ദേവി വിജയം കൈവരിച്ച കാലമാണ് വിജയദശമി. വിജയത്തിൻ്റെയും ധർമ്മസംരക്ഷണത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഭക്ത്യാദരപൂർവം ആചരിക്കുന്നു. നവരാത്രി ദിവസങ്ങളിലെ ആദ്യ 3 നാൾ ദേവിയെ പാർവതിയായും, അടുത്ത 3 നാൾ ലക്ഷ്മിയായും, അവസാന 3 നാൾ സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത്. കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലാണ് നവരാത്രി പ്രാധാന്യം ഉള്ളത്.